9 ഗിവിംഗ് ബാക്ക് ഗോൾസ് ആണ്. ഗിവിംഗ് ബാക്ക് ഗോൾസ് എന്ന് പറഞ്ഞാൽ ആളുകൾ മറ്റുള്ള ആളുകളെ സഹായിക്കുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷം, ഒരു പ്രത്യേകതരം ഫുൾഫിൽമെന്റ് ആസ്വദിക്കും. നമ്മളൊരു നേട്ടം നേടുന്ന സമയത്ത് എന്താണോ നമുക്ക് കിട്ടുന്ന സന്തോഷം, അതിലേറെ ആയിരിക്കും നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്ന ഫുൾഫിൽമെന്റ് ആണ്, ഒരു നിറവാണ് നമുക്ക് കിട്ടുന്നത്. ഓരോരുത്തർ അച്ചീവ്മെന്റ് നേടിയ സന്തോഷമാണ്, ഒരു ആവേശമാണെങ്കിൽ ഇവിടെ സഹായിക്കുമ്പോൾ മനസ്സിൽ ഒരു നിറവാണ് കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നത്, ഒരു നൈർമല്യമുള്ള സന്തോഷം. ഇവിടെയാണ് ഗിവിംഗ് ബാക്ക് ഗോൾസ് വളരെ പ്രസക്തമാവുന്നത്. നമ്മൾ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയാണ്. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ അടുത്ത തലത്തിലേക്ക് അവരെ ഉയർത്താനായിട്ട് നമ്മൾ അറിവായിട്ടാണെങ്കിലും ആളായിട്ടാണെങ്കിലും അർത്ഥമായിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഇടപെടുന്ന ഒരവസ്ഥ. അറിവായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ വളരാനായി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ പണത്തിലൊരു അംശം മറ്റുള്ള ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുകയാണ്. ആളായിട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ വയ്യാണ്ട് കിടക്കുമ്പോൾ ആളെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും സർവീസ് ചെയ്യാനോ തയ്യാറാവുകയാണ്. അങ്ങനെ അറിവായും ആളായും അർത്ഥമായും മറ്റുള്ളവരെ സഹായിക്കുന്ന അത്തരത്തിലുള്ള ഗിവിംഗ് ബാക്ക് ഗോൾ കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതും നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം ഇത് നമുക്ക് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന ഒരു ഗോള് തന്നെയാണ്. ഇവിടെ എ ലൈഫ് ദാറ്റ് ഗീവ്സ് ഗ്രോസ് റിച്ചർ ദാൻ എ ലൈഫ് ദാറ്റ് ഓൺലി അച്ചീവ്സ്. നേട്ടം മാത്രം നേടി പോകുന്ന ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾ വളരുമെന്നാണ് ചരിത്രം തെളിയിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.